സിനിമ, സാംസ്കാരിക രംഗം, എഴുത്ത്, പരിസ്ഥിതി സംരക്ഷണം, മാധ്യമ പ്രവർത്തനം എന്നിങ്ങനെ ജമാഅത്തെ ഇസ്ലാമി കേഡറുകൾ ഒളിച്ചു കയറാത്ത മേഖലകളില്ല. എല്ലായിടത്തും മതപരമായ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ഒരു തന്ത്രം. സ്ഥാനത്തും അസ്ഥാനത്തും മലബാർ എന്ന് പ്രയോഗിക്കുകയും മലബാറിന് ഒരു മാപ്പിള കൾച്ചറൽ പൊളിറ്റിക്കൽ രൂപം സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രത്യേക സംഭവം ഉണ്ടാക്കിയെടുക്കലൊക്കെയാണ് പ്രധാന പരിപാടി. ഇത് ഇവർ ഇടപെടുന്ന എല്ലാ മേഖലയിലും സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അതിൽ മതം തിരികലും ഇരവാദ പ്രയോഗവുമാണ് മറ്റൊരു രീതി. കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ പരിപാടിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സംഭവം തന്നെ എടുക്കുക. അതിൽ ആദ്യം തന്നെ മുസ്ലിങ്ങളെ കണക്ട് ചെയ്ത് പ്രതികരണം നടത്തിയ BJP നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ മറുവശത്ത് നിന്നും നടത്തുന്ന മറ്റൊരു സമാന ക്യാമ്പയിൻ നോക്കുക. മുസ്ലിം അല്ലാത്തതിനാൽ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ് പ്രതിക്ക് UAPA ചുമത്തുന്നില്ല എന്നാണ് ക്യാമ്പയിൻ. പെട്ടെന്ന് കേട്ടാൽ ആരും ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അതിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ ഒരു നിരോധിത സംഘടനയുമായി ബന്ധമില്ലാതെ ഒരു സൈക്കോപാത്ത് നടത്തിയ കൊലപാതകങ്ങൾക്ക് എങ്ങനെയാണ് ദേശസുരക്ഷ ഉപയോഗിക്കുന്ന നിയമം ചുമത്താൻ പറ്റുക? ക്രൂരമായതും ആസൂത്രിതവുമായ കൊലപാതകത്തിന് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമം അയാൾക്ക് ചുമത്തിയിട്ടുണ്ട് താനും. ഇത് BJP നേതാക്കൾ പറഞ്ഞതുപോലെ ലൗഡ് അല്ലാത്തതിനാൽ തന്നെ ആരും എതിർക്കുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അപകടകരമായ രീതിയിൽ ഒരു സൈലന്റ് ക്യാമ്പയിൻ എന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ് താനും. നിഴൽ യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ CPIM പേരെടുത്ത് വിമർശിക്കാൻ തുടങ്ങിയത് നല്ലത് തന്നെ. എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ആരാണ് മൗദൂദി സാഹിബ് എന്നും മൗദൂദി സാഹിബ് സ്വപ്നം കണ്ട മധുര മനോജ്ഞ കിനാശേരി എങ്ങനെയുള്ളതാണെന്നും ഒക്കെ ഇനി നാട്ടുകാരൊക്കെ മനസ്സിലാക്കട്ടെ.